ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമുക്കൊന്നുകൂടി ഒന്ന് കോഴിക്കോട് പോയി വന്നാലോ. ഇന്ന് എൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റും കൂടിയുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ നേരത്തെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ഗസ്റ്റ്. നീ എന്നാ എന്നെ കോഴിക്കോടേക്ക് വിളിക്കാന്ന് ഇങ്ങനെ ചോദിക്കുകയുണ്ടായിരുന്നു. കൊച്ചുങ്ങൾ എന്നായാലും ആഗ്രഹം പറഞ്ഞ നമ്മളെ കൊണ്ട് പറ്റുവാന്നെ അതങ്ങ് സാധിച്ചു കൊടുത്തേക്കണം. അങ്ങനെ ഞാനിങ്ങ് പോരി പറഞ്ഞു. ഫസ്റ്റിന് ഞാൻ അവളെ കൊണ്ടുപോയത് ഇടയിലെ ഹോട്ടലിലേക്കാണ്. നല്ല ക്യൂ ആയിരുന്നു. അങ്ങനെ എങ്ങനെയൊക്കെയോ സീറ്റ് കിട്ടി. പഴംപൊരിയും ബീഫും ചായയൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഫോക്കസ് മാളിലേക്ക് പോയി. കേരളത്തിലെ ഫസ്റ്റ് മാളാണ് ഫോക്കസ് മാൾ എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞത് നമുക്ക് വെർച്വൽ റിയാലിറ്റി ട്രൈ ചെയ്യണമെന്നാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോയി അങ്ങോട്ട്. കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അതിൽ ഏതൊക്കെയോ 2 റോളർ കോസ്റ്ററും പിന്നെ സോംബിയൊക്കെ അവിടെ ട്രൈ ചെയ്തു. തെക്കിനിയിൽ തമിഴത്തെ പോലെ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ഞാനും കൂട്ടത്തിലൊന്ന് ട്രൈ ചെയ്തു. എക്സ്പീരിയൻസ് പറയും. അതും കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ 2 സ്റ്റിക്ക് ഐസും വാങ്ങി കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചേച്ചിക്ക് ജോലിയുള്ള ഉപകാരം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവളങ്ങനെ കൊടുത്ത് നമ്മളിങ്ങനെ മാളിലൊക്കെ വന്നിട്ട് ഇതെങ്ങനെ കറങ്ങുന്നു. അതെ, വളരെ ശരിയാണ്. അതും കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഭാസ്കരേട്ടൻ്റെ സർബത്ത് കടയിലേക്ക് പോയി സർബത്തൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഗുജറാത്തി സ്ട്രീറ്റിലേക്കായിരുന്നു. അവിടെ നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്ത് അപ്പോഴത്തേക്ക് ഉച്ചയായി. വിശന്നു. സൂഫി ദർബാദ് പോയി മന്തി വാങ്ങി കഴിച്ചു. ഞാൻ ഫസ്റ്റ് ടൈമാണ്. എന്തായാലും കൊള്ളാം, സൂപ്പറായിരുന്നു. പിന്നെ സാധാരണ പോലെ തന്നെ എരിവുള്ള സാധനം കഴിച്ചു കഴിഞ്ഞാൽ മധുരമുള്ള സാധനം. ഞങ്ങൾ ഷുഗർ സിസ്റ്റേഴ്സിലേക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അടിപൊളി ആംബിയൻസ് ആയിരുന്നു. ഭയങ്കര കോഴിക്കോടിലെ തിരക്കുന്നൊക്കെ മാറി നല്ല പീസ്ഫുള്ളായ ഒരു സ്ഥലത്ത് നല്ല കുഞ്ഞ് സെറ്റപ്പിൽ അവരുണ്ടാക്കിയെടുത്തതാണ്. എന്തായാലും കൊള്ളാം. അവിടുന്ന് ഒരു കേക്കൊക്കെ വാങ്ങി കഴിച്ച് കുറച്ചധികം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നേരം വൈകാണ്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവളെയും കൂടി ബട്ട് ബീച്ച് പോയി. അവിടെയും കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. പിന്നെ അതും കഴിഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടെ കുട്ടിത്തക്കാരത്തിലേക്ക് പോയി. ഈ ആംബിയൻസ് കണ്ട് ചായ കുടിക്കാനാണ് ഞാൻ മെയിനായിട്ട് ഇവിടെ വരുന്നത്. അങ്ങനെ ചായ കുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ അവളെ ബസ് സ്റ്റാൻഡിലാക്കി കൊടുക്കാൻ വേണ്ടി പോയി. കോഴിക്കോട് നിന്ന് പേരാമ്പ്രയ്ക്ക് ഏകദേശം 1.5 മണിക്കൂറുണ്ട്. അങ്ങനെ ഞാൻ അവളെ ബസ്സൊക്കെ കയറ്റി കൊടുത്ത് പിന്നെ അവളോട് ഞാനൊരു ഗുഡ് ബൈ ഒക്കെ പറഞ്ഞ് ഞാൻ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അത്രയേ ഉള്ളൂ. ഞാൻ പിന്നെ ക്ലിപ്സ് ഒന്നും എടുത്തില്ല. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.